ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ജൂലൈ 29 ആണ്. ഇപ്പോ 10/7 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇപ്പോ മാർക്കറ്റ് നമുക്കൊരു ഇത് ഒരു അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ നമ്മളെ സ്ട്രാറ്റജി അനുസരിച്ച് നമുക്കിവിടെ 700, അതായത് 24,730 മുകളിലോട്ട് മാർക്ക് ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൾ സൈഡിലോട്ട് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പൊ പ്രസന്റ്ലി ഒരു മൊമെന്റം കാണുന്നില്ല. ഓക്കെ, സാധാരണ മാർക്കറ്റിൽ ഫസ്റ്റ് ഓപ്പണിംഗ്, അതായത് 9:15 ക്യാൻഡിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇത്രയും വലിയൊരു ക്യാൻഡിലാണ്, ഒരു വലിയൊരു ബിഗ് ബാർ ക്യാൻഡിലാണ്. ഈ ഒരു ടൈമിൽ മാർക്കറ്റ് സൈഡ് വേസ് ആവാനാണ് ചാൻസ് കൂടുതൽ. വലിയൊരു മൂവ് വരാറില്ല പലപ്പോഴും ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ടാണ് ഇന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ റിജക്ഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒരു കോൾ സൈഡോട്ടാണ് ഒരു എൻട്രി നമ്മൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓപ്ഷൻസിൽ നോക്കി കഴിഞ്ഞാൽ സെൻസെക്സ് ബാങ്ക് എക്സിന്റെ എക്സ്പയറി ആണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മൂവ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം എക്സ്പയറി ഡേയിലാണ് കൂടുതലും SL അടിക്കാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, നമ്മൾ എന്തായാലും ട്രേഡ് പ്ലാൻ ചെയ്ത് കോൾ സൈഡിലോട്ടാണ്. നമുക്ക് അതിനു വേണ്ടി സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 24,700 സ്ട്രൈക്ക് പ്രൈസ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ 97 ആണ്. നമ്മുടെ അതിനകത്തുള്ള OA എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഓൾമോസ്റ്റ് 1.28 CR ഓപ്പൺ ഇൻട്രസ്റ്റ് അതിലുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഇനി ഒരു 8 മിനിറ്റും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 8 മിനിറ്റ് ഈ ഒരു ക്യാൻഡിൽ തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഒരു നെക്സ്റ്റ് പുൾ ബാക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോ 700 മേലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. 700, അതായത് 24,700 ഒരു സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോക്കാം. ജസ്റ്റ് ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 730 മുകളിലോട്ടാണ് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കിയിട്ട് മാർക്കറ്റിൽ ബുള്ളിഷ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 700 മുകളിലോട്ട് ഒരു ബുള്ളിഷ് മൂവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് വന്ന് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ഈ ഒരു റേഞ്ച് മാർക്കറ്റ് വരുമോ. ഇവിടുന്ന് ഒരു ബൈങ് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് 703 വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു 1 മിനിറ്റ് കൂടെ, അതായത് ഈ ഒരു ക്യാൻഡിൽ കൂടെ തീരണം. 5 മിനിറ്റ് ക്യാൻഡിൽ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, 5 മിനിറ്റിൽ നല്ലൊരു സ്ട്രോങ് ബൈങ് വരുന്നുണ്ട്. നമ്മളിവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാന്ന്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 14 പോയിന്റ്. ആക്ച്വലി നമ്മൾ എൻട്രി എടുത്തത് ഈ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ കുറച്ചുകൂടെ മേലോട്ട് നമുക്ക് കയറ്റി വെക്കാം. ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ആക്ച്വലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ 20 പോയിന്റ് ആണ്. ഇവിടെ കാണാൻ പറ്റും. 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ടാർഗറ്റ് നമുക്ക് ഒരു 30 പോയിന്റ് കിട്ടുന്ന ആ ഒരു രീതിയിലാണ്. അതായത് 1:3 ആണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എൻ്റെ പ്രോഫിറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഒരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്, ഒരു മൂവ് തരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് കിട്ടുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, നമുക്കൊരു മൂവ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടാർഗറ്റ് അടിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ പെർഫെക്റ്റ് നമ്മൾ ടാർഗറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, ഒരു മൂവ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 1:3
എന്താണ് കിട്ടിയത്? 1:1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1:1 ഓൾറെഡി ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 1:, നമ്മൾ 100 റുപ്പീസ് ആണ് വെച്ചപ്പം 111 ആയിട്ടുണ്ട്. 100 ബൈ ചെയ്ത് 111 ആയിട്ടുണ്ട്. പറയാൻ പറ്റില്ല, ഒരു ട്രേഡ് എടുത്ത് നമുക്ക് 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് നമുക്ക് ചിലപ്പോൾ നമ്മളെ ലോസ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ലോസ് നമ്മൾ എന്തായാലും ഫിക്സ്ഡ് ആക്കി വെക്കണം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നമ്മൾ ലോസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കാണാൻ പറ്റും 900. ഓക്കെ, നമുക്ക് 993 ഓൾമോസ്റ്റ് 1000 രൂപ വരെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, 800. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഒരു ഇപ്പം നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് നമ്മളെ സ്ട്രാറ്റജിയിലാണ് നമ്മൾ എൻട്രി എടുത്തതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇപ്പൊ എക്സാക്ട് പ്രോഫിറ്റ് കിട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ എക്സാക്ട്, അതായത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് വരെയാണ്. ഓക്കെ, 780 സംതിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 700 പോയിട്ട് 70 പോയിന്റ് കിട്ടുമെന്ന് നോക്കാം. 720. 1:1 കണക്കാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ 1:1 ടാർഗറ്റ് ഓക്കെയാണ്. കാരണം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് വലിയൊരു മൂവ് കിട്ടുക. ഓക്കെ, അത് നമ്മൾ മിസ്സാക്കാറുണ്ട്, പല ടൈമിൽ അത് മിസ്സായി പോകാറുണ്ട്. നമ്മൾ ഒരു 1:2, അതായത് 1:2 ഒക്കെ മാർക്കറ്റ് മൂവ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ എഗെയിൻസ്റ്റ് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ ലോസിലോട്ട് കൺവേർട്ട് ചെയ്യരുത്. നമ്മൾ ചെറിയൊരു ബ്രോക്കറേജ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യണം. ആ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ബ്രേക്ക് ചെയ്തു. പക്ഷെ എത്രത്തോളം വർക്കാണോ നമുക്കറിയില്ല. അവിടുന്ന് റിവേഴ്സ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമുക്ക് 100% നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, 871 നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ട്രേഡ് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ പിയാനിൽ നോക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം പിയാനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാവും. കാരണം ഇതെന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ പോവുക, ചിലപ്പോൾ പെട്ടെന്ന് കുറച്ച് പ്രോഫിറ്റ് കണ്ടിട്ട് വീണ്ടും നമ്മൾക്ക് ഒരു ലോസ് കാണുമ്പോൾ നമുക്ക് ചെറിയ മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് എക്സാക്റ്റ് ആയിട്ട് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഹിറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് ഇറങ്ങേണ്ടതാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് കഴിഞ്ഞാൽ 2000 അടുത്ത് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, റിവേഴ്സ് അടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ ബൈ ചെയ്ത് 100 ആണ്. ഓൾമോസ്റ്റ് 90 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 10 പോയിന്റ് ആണ് SL വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ അഥവാ നമ്മൾ SL അടിക്കുന്നുണ്ടെങ്കിൽ ഇത് 15 മിനിറ്റിലാണ് ഈ കാണുന്നത്. അതായത് SL അടിച്ചാൽ തന്നെ മാർക്കറ്റ് ഫുൾ ആയിട്ടൊരു ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്ന എക്സാക്ട് ആയ ഒരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ടാർഗറ്റ് ഇവിടെ 30 പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും 30 പോയിന്റ് ടാർഗറ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ട്രേഡ് എടുത്തതിന് കുറച്ച് പേഷ്യൻസോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പിയാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടെൻഷൻ ആവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പിയാനിൽ ഇപ്പൊ നോക്കുന്നില്ല. നമ്മുടെ എക്സാക്ട് ആയിട്ട് ടാർഗറ്റ് നമ്മളെ നിഫ്റ്റി 50 എത്ര പോയിന്റ് ആണ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത്, ആ ഒരു പോയിന്റ് എത്തട്ടെ. നിങ്ങൾ കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമ്മൾ 124 വരെ വന്നിട്ടുണ്ട്. 125, 127. ഓക്കെ, നമ്മളിവിടെ എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾ എക്സിറ്റ് അടിച്ചപ്പോ ഓക്കെ, നിങ്ങൾ കണ്ട് മാർക്കറ്റ് അതും കഴിഞ്ഞിട്ട് കയറി പോയി. നമ്മൾ എക്സിറ്റ് അടിച്ചത് കറക്റ്റ് ഒരു 30 പോയിന്റിലായിരുന്നു നമ്മൾ എക്സിറ്റ് അടിച്ചത്. നിങ്ങൾ കാണാൻ പറ്റും 136, 137. ഓക്കെ, 138, 1:3 ആണ് നമ്മൾ ടാർഗറ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നത്. എക്സാക്ട് ആ ഒരു ലെവൽ എത്തുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് 1942 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ട്രേഡ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. കാരണം ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കൂടുതൽ അതായത് ഇനിയും പ്രോഫിറ്റ് വേണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞപ്പം ലോസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. നമ്മൾ എത്രത്തോളം പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇത്ര സമയം വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഇപ്പോൾ കറക്റ്റ് നമ്മളെ ടാർഗറ്റ് എവിടെയാണോ വെച്ചത് അത് കഴിഞ്ഞിട്ട്, പക്ഷെ ഇതിനകത്ത് നോക്കാം, നിഫ്റ്റിന്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ ഒരു മൂവ് വരാനുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടം വരെ മൂവ് വരാൻ ഇരിക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. കാരണം ഇതാണ് ഡെൽറ്റയുടെ മെയിൻ ആണ്. ഡെൽറ്റയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള
യൂസ് ആയത് ഡെൽറ്റ നമ്മൾ കുറച്ച് കൂടിയ ഡെൽറ്റ മേടിക്കുമ്പോൾ ചെറിയ മൂവ് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും വലിയ ഈ ഒരു മൂവ് നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുപോലെ ലൈവ് ട്രേഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.